കൊറേ നേരമായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. ബെന്നിച്ചായ, ഏയ് ഇതെന്താ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഒരുപാടുണ്ട് നാൻസി. നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപും ഒരുപാട് ആലോചിക്കണം. അതിന് ബെന്നിച്ചാൻ ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാനാ പോകുന്നെ? അതൊക്കെയുണ്ട്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകിയല്ല. നീ എന്നെ ശല്യപ്പെടുത്താതെ പോവാൻ നോക്ക്. ചെല്ല്. ഓ അതെ, ബെന്നിച്ചാൻ ഇന്ന് പരിപാടികളൊന്നും ഇല്ലല്ലോ. നമുക്കേ ഇന്നെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആര് പറഞ്ഞ പരിപാടികളൊന്നുമില്ലെന്ന്? ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഭയങ്കര തിരക്കിലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാ ഇല്ലാത്ത തിരക്ക് അങ്ങോട്ട് ഉണ്ടാക്കും. ബെന്നിച്ചാൻ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും കുറച്ചു ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ. പാടില്ല, നീ ഇവിടെ തന്നെ കാണണം. ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാ. കുറച്ച് ദിവസം നിനക്കും ഭയങ്കര തിരക്കായിരിക്കും. എന്ത് തിരക്ക്? അതൊക്കെയുണ്ട്. ആദ്യം അവരെന്നെ സമീപിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ ഞാൻ അത്ര സീരിയസ് ആക്കി എടുത്തില്ല. പക്ഷെ പിന്നീട് ഇരുന്ന് ആലോചിച്ചപ്പോ അവര് പറയുന്നത് ശരിയാണെന്ന് എനിക്കും തോന്നി. എന്നെ പോലെ നാട്ടുകാർക്ക് പ്രിയങ്കരനായ വേറെ ആരുണ്ട് ഇവിടെ? അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ തന്നെയാണ് അതിന് യോഗ്യൻ. എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവില്ല, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിനക്കില്ലല്ലോ. നീ ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കണ്ട. ചെല്ല്. നീ പോയി കഴിക്കാൻ എന്താന്ന് വെച്ചാ ഉണ്ടാക്ക്. ഞാനൊന്ന് കുളിച്ച് റെഡിയാകട്ടെ. ഇതിപ്പോ എന്നതാ പറ്റിയത്? കാണിക്കുന്ന ഈ വേഷം എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. ബെന്നിച്ചാൻ എന്താ ഇലക്ഷന് മത്സരിക്കാൻ പോകുന്നോ? അതെങ്ങനെ നീ അറിഞ്ഞു? അപ്പൊ ബെന്നിച്ചാൻ ഇലക്ഷന് മത്സരിക്കാൻ പോവാ? നമ്മുടെ ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. ഈ നാട്ടിൽ എല്ലാവരും പറയുന്നു ബെന്നി സാർ മത്സരിക്കണമെന്ന്. അതാരാണോ എല്ലാവരും? എല്ലാവരും എന്ന് വെച്ചാ ഈ വാർഡിലുള്ള എല്ലാവരും. അവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായി പറയുമ്പോ ഞാൻ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നു? ആവശ്യമില്ലാത്ത പണിക്ക് പോണോ ബെന്നിച്ചായ? രാഷ്ട്രീയമൊന്നും ബെന്നിച്ചാന് പറഞ്ഞിട്ടുള്ള പണിയേ അല്ല. ആര് പറഞ്ഞു? എന്നെ പോലെയുള്ള ഒരാൾക്ക് രാഷ്ട്രീയം നന്നായിട്ട് ചേരും. എന്റെ ഈ ബുദ്ധിശക്തിയും കഴിവുമൊക്കെ ഈ നാടിന് വേണ്ടി വിനിയോഗിക്കണം. അല്ല, അപ്പൊ ബെന്നിച്ചാന്റെ ജോലിയോ? ജോലി ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇനി വീട് പട്ടിണിയാവുന്നുള്ള കാര്യം ഉറപ്പായി? ഒരിക്കലുമില്ല. അധ്യാപക വൃത്തി രാജിവെച്ച് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ജയിച്ചാലല്ലേ? ജയിക്കൂന്ന് പറഞ്ഞില്ലേ? പിന്നെ ഞാനൊരു രഹസ്യം കൂടെ പറയാം. മിക്കവാറും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് തന്നെ കിട്ടും. കാരണം ഇത്രയും കഴിവുള്ള ഞാൻ ഒരു വാർഡ് മെമ്പറായിട്ട് മാത്രം ഒതുങ്ങുന്നത് ശരിയല്ലല്ലോ. എങ്ങനെ? ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും മനക്കോട്ട കെട്ടാൻ തുടങ്ങി. ഇതൊന്നും മനക്കോട്ടയല്ല നാൻസി, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നീ തന്നെ പറ, എന്റെ അത്ര കഴിവും ബുദ്ധിയും സാമർഥ്യവുമുള്ള വേറെ ആരുണ്ട് ഈ നാട്ടിൽ? ഇല്ല. ആളുകൾക്കൊക്കെ എന്നോട് എന്തൊരു സ്നേഹവും ബഹുമാനവുമാണെന്നോ. പലപ്പോഴും അവരുടെയൊക്കെ സ്നേഹവും ബഹുമാനവും കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അയ്യോ കഷ്ടം. പിന്നെ ബൈ ദ ബൈ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. മിക്കവാറും അടുത്ത നിയമസഭാ ഇലക്ഷന് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഞാനായിരിക്കും. ജയിച്ചാൽ MLA, മന്ത്രി. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം തന്നെ.
ഇതൊന്നും മലർപ്പൊടിക്കാരന്റെ സ്വപ്നങ്ങളല്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. നീ കണ്ടോ നാൻസി? അല്ല, ബെന്നിച്ചായനെ സ്ഥാനാർത്ഥിയാക്കാൻ ഏത് പാർട്ടിക്കാരാ സമ്മതിച്ച? ഓ, അത്രയ്ക്ക് മണ്ടന്മാരായ ആളുകൾ ഈ നാട്ടിലുണ്ടോ? ഞാൻ കഴിവില്ലാത്തവനാണെന്നല്ലേ നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്നാ നീ കേട്ടോ, ഒരു പാർട്ടിയുടെയും പിൻബലത്തിലല്ല ഞാൻ മത്സരിക്കുന്നത്. ഈ നാട്ടിലെ സ്വതന്ത്ര ചിന്താഗതിക്കാരായ കുറേയേറെ നല്ല ആളുകളുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ചിഹ്നം കൊട. നന്നായിട്ടുണ്ട് ബെന്നിച്ചായ. ഞാൻ പറയുന്നൊന്ന് ബെന്നിച്ചായൻ കേക്ക്. ഇതൊന്നും നമ്മളെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല. ബെന്നിച്ചാൻ ഇപ്പൊ നല്ലൊരു ജോലിയുണ്ട്, അതും നോക്കി നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ പോരെ? പോരാ. ഇവിടെ ഈ ജോലി ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടേണ്ട ആളല്ല ഞാൻ. ഉയരങ്ങൾ കീഴടക്കേണ്ടവനാണ്. ബെന്നിച്ചായ, ഇതൊന്നും നമുക്ക് വേണ്ട. എന്നെ തടയാൻ ശ്രമിക്കേണ്ട. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ ഇലക്ഷൻ പ്രചരണത്തിന് ഞാനും എന്റെ അണികളും ഇറങ്ങുകയാണ്. ഞങ്ങളുടെ സ്വന്തം ബെന്നി സാറേ, ധീരതയോടെ നയിച്ചോളൂ. ലക്ഷം പിന്നാലെ. ആകെ 2-3 പേരുണ്ട്, എന്നിട്ടാണ് ലക്ഷം പിന്നാലെ. ലക്ഷം പിന്നാലെ. വിളിപ്പോസ്, തനിക്ക് സുഖം തന്നെയല്ലോടോ? ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. നമ്മുടെ ചിഹ്നം എന്താണെന്നറിയാലോ? കൊട. ഓ, എനിക്ക് തന്നെ വേണം തന്റെ വോട്ട്. ഓ, പിന്നെ ഇതാരാ? ബാബു കൂട്ടനോ? ബാബു, നമ്മുടെ ചിഹ്നം മറക്കരുത്. കൊട. ഈ നാട്ടിലെ നല്ലവരും മര്യാദക്കാരുമായ നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം എന്നെ പോലെ ഒരാളെ വാർഡ് മെമ്പറായി കിട്ടുവാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാകും. ശരിയല്ലേ? പിന്നെ ശരിയല്ലേ? ഞാൻ ജയിച്ചാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങളാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? അപ്പൊ ശരി, കാണാം കേട്ടോ. ഇനി ഒരുപാട് സ്ഥലത്ത് കേറാനും പ്രകടനങ്ങൾ നടത്താനൊക്കെ ഉണ്ട്. ഓക്കെ? കൊടയുടെ കാര്യം മറക്കരുത്. നമ്മുടെ സ്വന്തം കൊട. ഓക്കെ? ജോബി, വിളിച്ചോ. ധീരതയോടെ നയിച്ചോളൂ. നാണുണ്ടോടാ അയാൾക്ക് ജയിം വിളിച്ച് കിടക്കാൻ? നമ്മളെയൊക്കെ എന്തുമാത്രം ദ്രോഹിച്ചത് അയാള്, എന്നിട്ട് അയാളെ ജയിപ്പിക്കാൻ നടക്കണു. എന്റെ മുതലാളി, ബെന്നി സാർ ജയിക്കാനൊന്നും പോകുന്നില്ല. ബെന്നി സാറിന്റെ വീട്ടുകാരുടെ വോട്ട് പോലും ബെന്നി സാറിന് കിട്ടാൻ പോകുന്നില്ല. ഇതിങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ആനയിച്ചുകൊണ്ട് നടക്കല്ലേ? ഇലക്ഷൻ കഴിയുന്നവരെ ബെന്നി സാറിന്റെ ചെലവിൽ 4 നേരം വയറ് നിറയെ തട്ടാം. പിന്നെ പോസ്റ്റർ അടിക്കാനും ബാൻഡ് കെട്ടാനും ഒക്കെ അല്ലറ ചില്ലറ വേറെയും. അതിനല്ലേ ഞങ്ങൾ ഈ കളി കളിച്ചത്. എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇയാളെങ്ങാനും ജയിച്ചാൽ എന്റെ ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ജയിക്കില്ല മുതലാളി, ഞാനല്ലേ പറയുന്നേ. എടാ ബാബു, വരുന്നോടാ. ഇന്ന് ഉച്ചക്കത്തെ ഊണ് ബെന്നി സാറിന്റെ വീട്ടിൽ നിന്നാ. നല്ല കരിമീൻ പൊള്ളിച്ചതും ആട്ടിറച്ചി ഉണത്തിയതുകൊണ്ട്. ഓ, തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴേക്ക് എന്റെ വയല് വെള്ളം നിറഞ്ഞു. ചെല്ല് 2 പേരും കൂടി അയാളെ കുത്തുവെള്ളം അടുപ്പിച്ചാ മതി. ചെല്ലടാ, ചെല്ല്. ബെന്നി സാറേ, ധീരതയോടെ നയിച്ചോളൂ. ധീരതയോടെ നയിച്ചോളൂ. ജോബി, ഈ വാർഡിലെ എല്ലാവരുടെയും വോട്ട് നമുക്ക് തന്നെ ആയിരിക്കും അല്ലേ? പിന്നെ അത് പറയാനുണ്ടോ സാറേ? സാറേ, ദാ അവനെ കണ്ടോ? മണ്ണിൽ പണിയെടുക്കുന്നവനാ. നമുക്ക് അവനോട് പോയി വോട്ട് അഭ്യർത്ഥിക്കാം. അത് വേണം. കൂലിപ്പണിക്കാരോടൊക്കെ പോയി വോട്ട് അഭ്യർത്ഥിക്കാന്ന് പറഞ്ഞ എന്റെ നിലയ്ക്കും വിലയ്ക്കും യോജിച്ചതല്ല അതൊന്നും. സാറേ, ഇലക്ഷൻ കഴിയുന്നവരെ ആ ചിന്തയൊക്കെ മാറ്റിവെക്കണം. ജയിക്കണമെങ്കിൽ ചില നമ്പരൊക്കെ ഇറക്കിയേ പറ്റൂ. ശരി. പിന്നെ ചുമ്മാ പോയങ്ങ് വോട്ട് ചോദിക്കരുത്. ചെന്ന പാടെ അവനെ അങ്ങ് കിട്ടിപ്പിടിക്കണം. എന്നിട്ട് വേണം വോട്ട് ചോദിക്കാൻ.
ആ കൂലിപ്പണിക്കാരെ ഞാൻ കെട്ടിപ്പിടിക്കാനോ അതൊന്നും എന്നെ കൊണ്ട് പറ്റുകയല്ല. സാറിന് ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ മതി. ഇലക്ഷന് ജയിക്കണം. ശരി, താൻ പറഞ്ഞോളം തന്നെ ചെയ്തു കളയാം. വാ. എങ്ങനെയുണ്ട് ഇയാൾക്ക്? ഇവരെ പോലുള്ളവരെ കാണുമ്പം ഒരു പുച്ഛോ. ഇവരും മനുഷ്യരാണെന്ന് ഇയാളൊന്ന് തിരിച്ചറിയട്ടെ. തന്നെയൊക്കെ കാണുമ്പോ എനിക്ക് അഭിമാനാ തോന്നുന്നത്. മണ്ണിൽ പണിയെടുത്ത് അന്നം തേടുന്നവർ. എനിക്ക് ഈ ഭാഗ്യം ഇല്ലാതായി പോയല്ലോ. ഇനി കുറച്ചു നേരം ഈ പണി ഞാൻ ചെയ്യാം. തടയണേ, തടയണേ, എടാ എന്നെ തടയണമെന്ന്. ഞാൻ പണിയെടുക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ എന്നെ തടയണമെന്ന്. ഇനി കുറച്ചു നേരം ഞാൻ വെട്ടാം. തന്നെ പോലെ തന്നെ സാറും മണ്ണി പണിയെടുക്കുന്ന കണ്ടില്ലേ? അല്ലേ സാറേ? ഇനി ബാക്കി പണി താൻ തന്നെ ചെയ്തോ. തനിക്ക് ഞാൻ തരാവേ. എന്റെ സാറേ, ഇങ്ങനെയൊക്കെ ചെയ്താലേ ഊട്ട് പിടിക്കാൻ പറ്റൂ. സാർ അവനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഊട്ടി ചോദിക്ക്. അത് വേണോ? വേണം സാറേ, എന്നാലേ പെട്ടിയിൽ ഊട്ട് വീഴൂ. എന്റെ കൂടപ്പിറപ്പിനെ പോലെയാണ് താൻ എനിക്ക്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നിങ്ങൾ എന്നെ ജയിപ്പിക്കണം. നമ്മുടെ ചിഹ്നം എന്താണെന്ന് അറിയാലോ? വെയിലത്തും മഴയത്തും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം കൊടയാണ് നമ്മുടെ ചിഹ്നം. അപ്പൊ എനിക്ക് വോട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ചിഹ്നം കൊട. ഇനിയും നിങ്ങളെ പോലെ ഒരുപാട് പേരെ എനിക്ക് കാണാനുണ്ട്. പോട്ടെ. ശരി ശരി. അവനെ കെട്ടിപ്പിടിച്ചതാ. ഷർട്ടൊക്കെ മണക്കുന്നു. ഞാൻ വീട് വരെ ഒന്ന് പോയി കുളിച്ച് ഡ്രസ് മാറിയിട്ട് വരാം. എന്റെ സാറേ, അങ്ങനൊന്നും പോയാൽ ശരിയാവില്ല. ജയിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. സാറിങ് വന്നേ, നമുക്കിനി ഒരുപാട് സ്ഥലത്ത് കയറാനുള്ളതാ. നാളെ തൊട്ട് വേറെ 2 ഷർട്ടും കൂടെ കൈ കരുതണം. സാർ വന്നേ സാറേ, നമുക്ക് കൂട്ട് കിട്ടണ്ടേ? വാ സാറേ. ജോണി, ജോണി, താൻ അറിഞ്ഞല്ലോ അല്ലേ? എന്ത്? പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സാറോ? സാറിന് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നല്ലൊരു ജോലിയില്ലേ സാറിന്? അതൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങ് പോയാ പോരെ? ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ പണികൾ. ജോണി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. എന്നെ പോലെ ബുദ്ധിയുള്ളവരുടെ തലച്ചോറ് ഈ നാടിനാവശ്യമാണ്. എന്നെ പോലെ ഇത്രയേറെ കഴിവുള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ പാടില്ല. ഞങ്ങളെ പോലെയുള്ളവരെയാണ് ഈ നാടിനാവശ്യം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ സാറിന്റെ ഇഷ്ടം. ജോണി, ബൂത്തി ചെല്ലുമ്പോൾ എന്റെ ചിഹ്നം മറക്കരുത്. കോട്ട, താൻ ഇവിടെയുള്ള എല്ലാവരോടും പറയണം ബെന്നി സാറിന് വോട്ട് ചെയ്യാൻ. സാറേ, സാറ് മത്സരിക്കുന്നത് 12ാം വാർഡിലാ. ഇത് 14ാം വാർഡാ. വോട്ട് ചോദിച്ച് വാർഡ് മാറിപ്പോയത് അറിഞ്ഞില്ല. ഇത് വേറെ വാർഡാ. നമുക്ക് തിരിച്ചു പോകാം. എന്റെ ദൈവമേ, ബുദ്ധിയുള്ള ഒരുത്തരും എന്റെ കൂടെ ഇല്ല അല്ലേ? വിട്ടോടാ, പെട്ടെന്ന് പോട്ടെ ജോണി. സാറേ, ഇതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞത് സാറിനോട് ഇതിന്ന് പിന്മാറാൻ. സാറ് മത്സരിക്കുന്ന വാർഡ് ഏതാണെന്ന് പോലും സാറിന് അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാ സാറിന് രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. ആര് പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന്? എടോ, എനിക്ക് എല്ലാം അറിയാം. പക്ഷെ എന്റെ കൂടെ നടക്കുന്ന ഈ മണ്ടന്മാർക്കൊന്നും അറിയില്ല. താൻ നോക്കിക്കോ, ഈ ഇലക്ഷന് കൊടടയാളത്തിൽ ഞാൻ ജയിക്കും. പിന്നെ MLA, മന്ത്രി, അങ്ങനെ വെച്ചടി കയറ്റമായിരിക്കും. പോട്ടെ. പിന്നെ അണികൾക്ക് ഊണ് കൊടുക്കാൻ സമയമായി. ചെല്ല്. സാറേ, നമുക്ക് ഊണ് കഴിഞ്ഞിട്ട് പ്രചാരണം ഒന്നും കൂടി ഒന്ന് കൊഴുപ്പിക്കണം. അതെ, ഊണ് കഴിയുമ്പോ ഒരു ഉഷാറുണ്ടാവും. അപ്പൊ പ്രചരണത്തിനും ഒരു ഉഷാറുണ്ടാവും. നാൻസി, നാൻസി,
ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഭക്ഷണം എടുത്തു വെക്കൂ. ബെന്നിച്ചൻ ഒന്നിങ്ങ് വന്നേ. വരൂ. അണികളവിടെ നിക്കട്ടെ. ബെന്നിച്ചായ മാത്രം ഇങ്ങ് വന്നാ മതി. തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്ക്. എല്ലാം ശരിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ബെന്നിച്ചായ നിങ്ങ വാ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്ക, ബെന്നിച്ചാൻ ഇത് എന്നാ ഭാവിച്ച? ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന് മത്സരിക്കുന്നു, ജയിക്കുന്നു, മെമ്പറാകുന്നു. അറിഞ്ഞവരെ മൂക്കത്ത് വിരല് വെക്കുക. നിങ്ങക്ക് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ മനുഷ്യ? മറ്റുള്ളവരൊക്കെ നിങ്ങളെ പരിഹസിക്കേ. നിങ്ങളൊക്കെ ഇപ്പൊ എന്നെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യും. പക്ഷെ നാളെ ഈ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ എന്നെ പുകഴ്ത്തി പറയും. പറയും. പിന്നെ നിന്നോട് തർക്കിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് ഒട്ടും സമയമില്ല. ആഹാരം കഴിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് പോകേണ്ടതാണ്. ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ചുണ്ട്. പോലീസിന്റെ അക്രമവാഴ്ചക്കെതിരെ ശ്രീ ബെന്നി മാടപ്പള്ളി നയിക്കുന്ന ജനലക്ഷങ്ങളുടെ മാർച്ച്. പോലീസ് സ്റ്റേഷനിൽ പോയി അവരുടെ തല്ലും കൊണ്ട് ദയവേത് ഇങ്ങോട്ട് വന്നേക്കരുത്. എന്നെ പോലൊരു ജനപ്രതിനിധിയെ തുടരണമെങ്കിൽ അവര് വിറയ്ക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഈ അണികള് വെറുതെ ഇരിക്കില്ല. എന്നെ ഒരു പോറൽ പോലും ബലിപ്പിക്കാതെ കൈവെള്ളയിലാണ് അവർ കൊണ്ടു നടക്കുന്നത്. കൈവെള്ളയിൽ. എത്ര കാലാണെന്ന് കണ്ടറിയണം. നിനക്ക് മുഴുത്ത അസൂയാണ് നാൻസി, അസൂയ. അസൂയ കൊണ്ടൊന്നും അല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബെന്നിച്ചായന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ. എന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നിന്റെ ഉപദേശം തൽക്കാലം എനിക്ക് ആവശ്യമില്ല. എനിക്കും എന്റെ അണികൾക്കുമുള്ള ഭക്ഷണം ഉടനെ എടുത്തു വെക്കൂ. അണികൾക്കുള്ള ഭക്ഷണം അവരവരുടെ വീട്ടിൽ നിന്ന് കഴിച്ചോളൂ. ബെന്നിച്ചാനെ അവരെ വേഗം പറഞ്ഞുവിടാൻ നോക്ക്. അത് മോശമല്ലേ നാൻസി? എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ അങ്ങനെ പറഞ്ഞു വിടുന്നത് ശരിയാണോ? ബെന്നിച്ചായ, ഇതൊന്നും ഇവിടെ നടക്കില്ല. ഈ കോലം കെട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ പുറത്തു മതി. വേഗം അവരെ പറഞ്ഞുവിടാൻ നോക്ക്. ഒരു നേതാവും കുറെ അണികളും. മാറിക്ക്. വരുന്നുണ്ട്. അതെ, ഇവിടെ ഊണ് റെഡിയാകാൻ കുറച്ച് സമയം കൂടെ എടുക്കും. അത് സാരമില്ല സാറേ, ഞങ്ങള് വെയിറ്റ് ചെയ്യാം. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന നിങ്ങളെ ഇനി ഇവിടെ നിർത്തി കഷ്ടപ്പെടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ പോയി ഊണ് കഴിച്ചോളൂ. കൊള്ളാം. ഞങ്ങള് വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ട് എപ്പ തിരിച്ചു വരാനാ സാറേ? അത് മാത്രമല്ല, ഞങ്ങള് സാറിന് വേണ്ടി ഇത്രയും ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്നത് ശരിയാണോ സാറേ? ശരിയല്ല അല്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെല്ലാവരും പാപ്പിയുടെ ഹോട്ടലിൽ കയറി എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോളൂ. അപ്പൊ കാശ്? അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. പാപ്പിയെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എലക്ഷൻ കഴിയണവരെ നിങ്ങളുടെ എല്ലാ ചെലവുകളും എന്റെ വക. ആ, ഞങ്ങൾക്കത് കേട്ടാ മതി. വാടാ വാടാ, ഹോട്ടലിൽ നിന്ന് കഴിക്കാടാ നമുക്ക്. വാ. ചെല്ല് ചെല്ല് ചെല്ല്. പിന്നെ നല്ല ചൂടാ. ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കണ്ട. അജീർണം പിടിക്കും, അജീർണം. ആരോട് പറയാനാ? നാൻസി. എടാ ജോബി, എടാ കരിമീനും ആട്ടർച്ചയും കൂട്ടി ഊണ് തരാന്ന് പറഞ്ഞിട്ടല്ലടാ നീ എന്നെ വിളിച്ചോണ്ട് വന്നേ. എന്നിട്ടിപ്പോ ഹോട്ടലിൽ കയറി സാമ്പാറും കൂട്ടി കഴിക്കേണ്ട ഗതിയുടെ ഒന്നില്ലേ? ഓ, നിന്നെ പോലൊരു മണ്ടൻ. എടാ, ഹോട്ടലിൽ കയറിയാൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാവല്ലോ. ഇന്ന് ബിരിയാണി, നാളെ പൊറോട്ടയും ചിക്കനും, മറ്റന്നാൾ അൽഫാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ച് കഴിക്കാവടാ. കാശ് ബെന്നി സാറിന്റെ പറ്റിൽ എഴുതിക്കോളും. ആ, അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് കുഴിമന്തി കഴിച്ചാലോ? എന്റെ വൃത്തികെട്ട മുതലാളി കുഴിമന്തി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി എന്നെ പറ്റിക്കുന്നു. എടാ, അത് ഫിലിപ്പോസ് മലയുടെ സ്ഥിരം പരിപാടിയാണ്. ഒരു ദിവസം കുഴിമന്തി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയിട്ട് ഹോട്ടലിന്റെ വാതിലെത്തിയപ്പോ മുതലാളി പറയുക, ഇതാ കുഴിമന്തി കിട്ടുന്ന ഹോട്ടൽ. തൽക്കാലം നമുക്ക് അപ്പുറത്തെ തട്ടുകടയെന്ന് ചായ മാത്രം കുടിക്കാവുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ആഗ്രഹം തീർക്കാം. നമുക്കിന്ന് വയറ് നിറയെ കുഴിമന്തി കഴിക്കാം. എന്താ ഒരു ചൂട്. കൊടാ, എന്റെ ചിഹ്നം. പോലീസ് സ്റ്റേഷനിൽ എന്തോ തല്ലുകൊള്ളാൻ പോവാന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? തല്ലുകൊള്ളാനല്ല, പോലീസ് സ്റ്റേഷൻ മാർച്ചിന് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഒന്ന് തന്നെ.
പോകുന്നില്ലേ? പോകേണ്ട സമയമാകുമ്പോ ഞാൻ പൊക്കോളാം. നീ എന്നെ അങ്ങനെ പറഞ്ഞു വിടേണ്ട. അയ്യോ, ഞാൻ ആരെയും പറഞ്ഞു വിടുന്നില്ല. പോണോന്ന് പറഞ്ഞോണ്ട് ചോദിച്ചേ ഉള്ളൂ. രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിൽ കൊള്ളുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ച് വൈകിട്ടത്തേക്ക് മാറ്റിവെച്ചു. പണികള് അവരെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വെയിലും മഴയൊന്നും കൊള്ളാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റില്ല ബെന്നിച്ചായ. അതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. നാൻസി, ഉപദേശം വേണ്ടാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ചെല്ലു ചെല്ലു ചെല്ലു, നീ പോവാൻ നോക്ക്. ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഒന്ന് മയങ്ങി കുറച്ചു കാര്യം ആലോചിക്കട്ടെ. ഓ, എന്തായാലും കാണിക്ക്. ഉം? നമ്മുടെ ബെന്നി സാർ വിജയിച്ചേ, വിജയിച്ചേ. അയ്യോ ബെന്നിച്ചായ, എന്നെ തുടരുത്, എന്നെ തുടരുത്. എന്റെ കൊട, എന്റെ സ്വന്തം കൊട, എന്റെ ബെന്നിച്ചായ, ചിഹ്നം. ഇത് എന്ത് പറ്റി? ഞാനൊരു സ്വപ്നം കണ്ടതാ. ഇലക്ഷനിൽ ഞാൻ വിജയിച്ചു. എന്നിട്ട് എങ്ങനെ താഴെ വീണത്? എന്നെ അവര് മാലയിട്ട് ആനയിച്ച് കൊണ്ടുവരികയായിരുന്നു. പെട്ടെന്നൊരു കുഴി. ആ, കുഴിയിലേക്ക് തന്നെയാണല്ലോ വീഴാൻ പോകുന്നത്. നടക്കാൻ പോകുന്ന കാര്യം തന്നെ. നടക്കാൻ പോകുന്നതായിട്ട് ഒന്നേ ഉള്ളൂ, ഇലക്ഷനിൽ ഞാൻ വിജയിക്കും. അയ്യോ, സമയം പോയി. മാർച്ച് പോലീസ് സ്റ്റേഷൻ, മാർച്ച് പോലീസ് സ്റ്റേഷൻ. കഷ്ടം തന്നെ. മുതലാളി, അടി എവിടെ പൊളിഞ്ഞ എവിടെ എവിടെ? പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഞങ്ങള് ബെന്നിസാറിന്റെ നേതൃത്വത്തിൽ സമാധാനപരമായി പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമായിരുന്നു. പോലീസ് സ്റ്റേഷൻ മുമ്പിലെത്തിയപ്പോ ഏതോ ഒരുത്തൻ ജോബിയാണെന്നാ എനിക്ക് തോന്നുന്നേ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കല്ല് വലിച്ചെറിഞ്ഞു. പിന്നത്തെ കാര്യം ഒന്നും പറയണ്ട. പോലീസുകാർ ലാത്തി വീശിക്കൊണ്ടൊരു വരവാ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, തിരിഞ്ഞ് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. നമ്മള് സ്വന്തം തടി നോക്കണമല്ലോ. ഞാൻ മാത്രല്ല, ജോബിയും പത്രസും ഒക്കെ ഓടി. ബെന്നിസാർ മാത്രം ഓടിയിട്ടില്ല. എന്തായാലും ബെന്നിസാറിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. നിന്നെ കൊണ്ടൊക്കെ ഇപ്പോഴാണ് എനിക്കൊരു ഉപകാരം ഉണ്ടായത്. ബെന്നി സാറിന് അവർ അടിച്ചു ചുരുട്ടി കാണൂല്ലേ? പോലീസുകാരുടെ കൈ കിട്ടിയ അവര് വെറുതെ ഇരിക്കും മുതലാളി. ഞങ്ങളെ ആരും കിട്ടാത്തതുകൊണ്ട് ആ ദേഷ്യം മുഴുവൻ അവര് ബെന്നിസാറിന്റെ അടുത്ത് തീർക്കും. അതേതായാലും നന്നായി. ഇനി കുറച്ച് നാളത്തേക്ക് അയാളെ ശല്യം ഉണ്ടാവില്ലല്ലോ. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ. ഹോ, എന്നാലും ആ കാഴ്ച ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോടാ ബാബു. സാരമില്ല മുതലാളി, നമുക്ക് ആശുപത്രിയിലെ വീട്ടിൽ പോയി സാറിനെ കാണാം. അയാള് കയ്യിലും കാലിലും ബാൻഡേജ് ഇട്ട് അയ്യോ പൊത്തോ വിളിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം. നീ പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വാ. നമുക്ക് ഇപ്പൊ തന്നെ അയാളൊന്ന് കണ്ടിട്ട് വരാം. ആ കാഴ്ച കാണാൻ എനിക്ക് കൊതിയാവുന്നടാ. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന ബെന്നിച്ചായ? ഞാൻ ബെന്നിച്ചായന്റെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുതെന്ന്. എനിക്കിതിപ്പോഴാ മനസ്സിലായത്. ഇതൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നാൻസി. അല്ല, അത്ര അണികൾ കൂടെ ഉണ്ടായിട്ടും ബെന്നിച്ചായന് മാത്രം തല്ലുകൊണ്ടത് എങ്ങനെയാ? ഓ, അതൊന്നും പറയാതിരിക്കുക നല്ലത്. നേതാവ് ഞാനാണല്ലോ. ഓ, അപ്പൊ ഞാനാണല്ലോ മുമ്പിൽ നിൽക്കേണ്ടത്. ആ, പിന്നെ പത്രത്തിലൊക്കെ ഫോട്ടോ വരണമല്ലോ. ഓ, അതൊക്കെ വിചാരിച്ച് ഞാൻ മുന്നിൽ തന്നെ അങ്ങ് നിന്നു. അണികൾ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിൽ മുദ്രാവാക്യവും വിളിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. പെട്ടെന്ന് ഓരോരുത്തൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കല്ല് വലിച്ചെറിച്ചു. നന്നായി. തേനീച്ച കൂടെ ഇളകി വരുന്നത് പോലെ പോലീസുകാരെല്ലാരും കൂടെ ഇളകി വന്നു. അയ്യോ, തിരിഞ്ഞു നോക്കുമ്പോ അണികളെല്ലാം ഓടി രക്ഷപ്പെട്ടു. ഞാൻ മാത്രം അവിടെ ഉണ്ട്. അവർക്ക് കിട്ടേണ്ട തല്ലും കൂടെ എനിക്ക് കിട്ടി. അല്ല, ബെന്നിച്ചാന് പറഞ്ഞുവിടായിരുന്നോ ബെന്നിച്ചാൻ ഒരു അധ്യാപകനാണെന്ന്? അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് അതാ കൂടുതൽ കുഴപ്പമായത്.
അധ്യാപകനായ താൻ കുട്ടികളെ പഠിപ്പിച്ചാ പോരെ, എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോണേന്ന് ചോദിച്ചിട്ടായിരുന്നു ബാക്കി തല്ല് മുഴുവൻ. അത് നന്നായി. എന്റെ നാൻസി, ഇങ്ങനെ തല്ലുകൊള്ളുന്ന ഒരു പരിപാടിക്കും ഇനി ഞാൻ പോകുകയല്ല. ഈ രാഷ്ട്രീയം ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നാൻസി. ഇപ്പോഴെങ്കിലും അതൊന്നും തിരിച്ചറിഞ്ഞല്ലോ. എന്തായാലും ജോലി രാജിവെക്കാഞ്ഞത് ഭാഗ്യം. കഞ്ഞികുടി മുട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം രാഷ്ട്രീയക്കാർ. വൈകിയാണെങ്കിലും ബെന്നിച്ചാനത് മനസ്സിലാക്കിയല്ലോ. അയ്യോ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മയ്ക്കും നല്ലൊരു ഭരണകൂടം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം കൂടിയാണ്. അതിനാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ വിലയേറിയ വോട്ടവകാശം വിനിയോഗിച്ച് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും യോഗ്യരായവരെ തെരഞ്ഞെടുക്കാം. ശരിയല്ലേ ബെന്നിച്ചായ? സ്വാർത്ഥ ചിന്തകളുള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോ, ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിൽ